അപ്പോൾ നമ്മൾ ഒത്തിരി നാളിന് ശേഷം ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചൊരു മലയാളം മൂവിക്ക് ഒത്തിരി നാളിന് ശേഷം ലാസ്റ്റ് പോയ മൂവി ആവേശം, മലയാളം മൂവി ആവേശമായിരുന്നു. പിന്നെ അന്ന് ഈ മിറയൊക്കെ കാണാൻ വേണ്ടി പോയി. തിരക്കെ വേറെ ലാംഗ്വേജസ് ആയിരുന്നു. അപ്പോൾ മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ചുള്ള പാട്രിയറ്റിന്റെ ഫുൾ റിവ്യൂ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മൾ ഭയങ്കര ആടിത്തുള്ളി പോവാണ്. 8:30 ഷോയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഇന്നലെ രാത്രി അവർ വിളിച്ചു പറഞ്ഞു, സിനിമൂൾസാർ വിളിച്ചു പറഞ്ഞു 9:30 ആക്കിയെന്ന്. അപ്പം പ്രത്യേകിച്ച് സീറ്റൊന്നുമില്ല, അവിടെ പോവാ കയറി ഇരിക്കുക. ടിക്കറ്റ് കാണിച്ചത് ഞാൻ ട്രെയിലർ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. എനിക്ക് പോപ്കോണും കോളയും മേടിച്ചാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അല്ലാതെ എനിക്കൊന്നും അറിഞ്ഞൂടാ. ഇത് നമ്മുടെ സംവിധായകൻ വിപിൻ ദാസ് കാണുന്നെങ്കിൽ താങ്കളുടെ വാഴ 3യിലേക്കുള്ളൊരു നാച്ചുറൽ ടാലന്റ് ആണ്. ഞാൻ ഹാപ്പിയാണ്. നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യേണ്ടി വരത്തില്ല. ശരിക്കും വാഴ 3 മറ്റേ ലേഡീസിന്റെ സ്റ്റോറി അല്ലെങ്കിൽ ഗേൾസിന്റെ സ്റ്റോറി വന്നതിലേക്ക് എടുക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ ഫുൾ റിവ്യൂ കണ്ടോളൂ. അതെ, ഗൈസ്, നമ്മൾ വല്ല കരുതി സിനിമ കാണാൻ വന്നതാണ്. പക്ഷെ ഒന്നും നടന്നില്ല. ആക്ച്വലി സിനിമയൊക്കെ നിർത്തിവെച്ചു. നമ്മൾ ആക്ച്വലി 8:30 ഷോയ്ക്കായിരുന്നു ബുക്ക് ചെയ്തത്. പക്ഷേ ഇന്നലെ രാത്രി അവർ വിളിച്ചിട്ട് പറഞ്ഞു 9:30 9:15 ഷോ. ആക്ച്വലി അവർ 10:30 8:30 ഷോ മെർജ് ചെയ്തു തോന്നുന്നത്. എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ അവർ ഞങ്ങൾക്ക് വേറെ സീറ്റൊന്നും അസൈൻ ചെയ്ത് തന്നില്ല. അത് കാരണം വരുന്നവർ കയറി ഇരിക്കാനാണ് പറഞ്ഞത്. പക്ഷേ കുറേ പേർക്ക് സീറ്റ് കിട്ടാതെ വന്നിട്ട് അവസാനം അവർ മൂവി നിർത്തിച്ചു. അങ്ങനെ സിനിമ ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ്. ആൾക്കാർ ആകെ അലമ്പാക്കിക്കൊണ്ടിരിക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി സിനിമ മുന്നോട്ട് പോകുമോ അറിയത്തില്ല. ഇത് കംപ്ലീറ്റ്ലി ഈ ഒരു തിയേറ്ററിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പ്രോബ്ലമാണ്. ഒത്തിരി പേര് റീഫണ്ട് വാങ്ങിപ്പോയി. പക്ഷേ അറിയത്തില്ല ഇനി ഞങ്ങൾക്ക് സിനിമ കാണാൻ പറ്റുമെന്ന്. ഇനിയിപ്പോൾ മൂവി കണ്ടിന്യൂ ആകുമോ എന്നറിയില്ല. എന്തായാലും നോക്കാം. സിനിമ വല്ലതും കാണാൻ പറ്റിയാൽ അതിന്റെ റിവ്യൂ ഇടാം എന്നേ പറയാൻ പറ്റും. ഗൈസ്, അപ്പോൾ നമ്മൾ പാക്കേജ് കണ്ടിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. തിരിച്ച് നമ്മൾ വീട്ടിലെത്തി. സമയം ഇപ്പം എന്തുവായി? ഒരു സെക്കൻഡ് ഗൈസ്, 3:20 8:30 തുടങ്ങിയ ഷോ 9:30 9:30 വന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ടോ? എത്ര ഉണ്ട്? 10 ആയില്ലേ? 10 മണി കഴിഞ്ഞു. 10 മുതൽ ഷോ തുടങ്ങിയപ്പോൾ അവർ വലിയൊരു ഹോള് മാറ്റി തന്നു. കുറെ നല്ല മല്ലൂസ് ഉണ്ടായിരുന്നു. എയർപോർട്ടിൽ നിന്ന് അവിടെ നിന്ന് വരയ്ക്കും ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി അവിടെ വന്നതാണ്. അപ്പോൾ അവർ വന്നിട്ട് എന്താ പറയുക, ഈ ബഹളം ഉണ്ടാക്കിയിട്ട് നമുക്ക് നല്ലൊരു തിയേറ്റർ, നല്ലൊരു ഹോൾ ഇല്ല. നമ്മളെ ഇത് സ്ക്രീൻ 7 ആയിരുന്നു. അത് ശരിക്കും കിട്ടി. നമ്മൾ ഒരുപാട് നാല് ഒരു മലയാളം ഞങ്ങൾ രണ്ടുപേരും മലയാളം പടം കാണുന്നത്. പക്ഷെ ആവേശം കണ്ടിട്ട് സെക്കൻഡ് ഹാഫിൽ ഉറങ്ങി ഞങ്ങള്. ഇപ്പൊ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? തന്റെ അഭിപ്രായം തോന്നാമേ? സൂപ്പർ സിനിമയായിരുന്നു. ഞാൻ കുറെ നാൾക്ക് ശേഷമാണ് ഇത്ര അടിപൊളി ഒരു സിനിമ കാണുന്നത്. ഗൈസ്, ജാമു പോപ്കോൺ മറന്നുപോയി. സാധാരണ ഈ ചേട്ടൻ തന്നെ ഇതുപോലുള്ള സിനിമയ്ക്ക് കൊണ്ടുപോകുമ്പോ ഞാൻ പറയുന്ന ഒരേ ഒരു കണ്ടീഷൻ എനിക്ക് പോപ്കോൺ കോളൻ മേടിച്ചിടണമെന്നായിരുന്നു. പക്ഷെ അതിനൊന്നും സമയം കിട്ടിയില്ലായിരുന്നു. അതായത് അതിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റിയില്ല. അത്ര നല്ല സിനിമയായിരുന്നു. ബോറടിച്ചതേ ഇല്ല. സാധാരണ ചേട്ടൻ ആക്ഷൻ മൂവീസ് ആണ് ചേട്ടൻ പ്രിഫർ ചെയ്യണത്. എനിക്ക് ആക്ഷൻ മൂവി ഒന്നും ഇഷ്ടമല്ല. പക്ഷെ ഞാൻ കണ്ടീഷൻ വെക്കും, എനിക്ക് പോപ്കോൺ കോള വാങ്ങിച്ചെന്നാൽ ഞാൻ ഏത് സിനിമയ്ക്ക് വേണ്ടി വരാന്ന് പറയും. അങ്ങനെ ചേട്ടൻ ഈ ഒരു സിനിമയും സ്റ്റണ്ട് ആക്ഷൻ മൂവിയാണെന്നൊക്കെ പറഞ്ഞാണ് എന്നെ കൊണ്ടുപോയത്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, എനിക്ക് പോപ്കോൺ കോള മേടിച്ചതാണ്, ഞാൻ അവിടെ നിന്നാണ് തിന്നോട്ടിരുന്നോളാന്ന് പറഞ്ഞു. പക്ഷെ ആക്ച്വലി ആ മൂവി ഒട്ടും ലാഗായിട്ടില്ല, ഒട്ടും ബോറടിപ്പിച്ചില്ല, ഒട്ടും നമുക്ക് ഒന്നിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. പോപ്കോൺ മേടിച്ചു തന്നില്ല എന്നൊന്ന് പരാതി പറയാനൊന്നും ഞാൻ മറന്നുപോയി. സത്യം, അതൊക്കെയാണ് സത്യം. ശരിക്കും ഇതുപോലെ വന്നത് അനിമൽ ഇരിക്കുന്ന 3 hours 3.5 hours സംതിങ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഷോയ്ക്ക് പോയി. പക്ഷെ അന്ന് പോപ്കോൺ അത് വാങ്ങിച്ചു. പക്ഷേ നമുക്ക് ബോറടിച്ചില്ല. അന്ന് ഞങ്ങൾ ബോറടിച്ചില്ല. ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് മമ്മൂക്ക തൂക്കി. മമ്മൂക്ക മുത്ത്. സെക്കൻഡ് ഹാഫ് മോഹൻലാലിന്റെ ലാലേട്ടന്റെ ഒരു എൻട്രി. നമ്മളതിന്റെ സസ്പെൻസ് ഒന്നും പൊളിക്കുന്നില്ല, സ്പോയിലർ പറയുന്നില്ല. പക്ഷെ ലാലേട്ടന്റെ ഒരു എൻട്രിയും ചാക്കോച്ചന്റെ പാട്ടും ഡാൻസും ആ ദർശനയുടെ ക്യാരക്ടർ എല്ലാത്തിനും അപ്പുറം ഈ ഫഹദ് ഫാസിലിന്റെ ഒരു മാനറിസം. ഫഹദ് ഫാസിൽ എന്റെ അമ്മോ സൂപ്പർ അഭിനയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ,
നല്ല, എനിക്ക് വാക്കുകളില്ല പറയാ, അത്രയ്ക്ക് അത് അതിന്റെ ആ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, അത് എഴുതിയ മഹേഷ് നാരായണന് ശരിക്കും ഒരു ഹാറ്റ്സ് ഓഫ് ഉണ്ട്. കാരണം അത്രയ്ക്ക് ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു എന്താ പറയാ, നമ്മള് ഇതുപോലും, അതായത് നമുക്ക് ഗസ് ചെയ്യാനുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോപ്പ്, ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോലും ആ മനുഷ്യൻ ഒരു ഫ്ലോപ്പ് കൊണ്ടുവന്നില്ല. അത് ശരിക്കും ആ മനുഷ്യന്റെ അടുത്ത് എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നുന്നു. സോ ആസ് എ റൈറ്റർ ഞാൻ അതിന്റെ സ്ക്രിപ്റ്റിനോടാണ് ഞാൻ ഒരിക്കലും എന്താ പറയാ, ഞാൻ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു സ്ക്രിപ്റ്റ്. ഗൈസ്, ദയവ് സ്പോയിലർ വായിക്കാതിരിക്കുക, കാണാതിരിക്കുക. സിനിമ തിയേറ്ററിൽ പോയി കാണുക. നല്ല തിയേറ്ററിൽ. OTT കണ്ടാലൊന്നും അത് വരത്തില്ല. ആ ഒരു വിഷ്വൽ ഇമ്പാക്ട്, ആ ഒരു ട്രീറ്റ്മെന്റ്, അത് മൂവി പോകുന്ന ആ ഒരു ഡയറക്ഷൻ വന്നിട്ട് 3 hours തിയേറ്ററിൽ കൊടുത്ത കാശ് 100% ഈ ഫാസ്റ്റ് ഫാസ്റ്റിൽ ഒരു മൂവി ഉണ്ടായിരുന്നു. അവൻ മറ്റേ പുള്ളിക്കാരൻ്റെ പള്ളിയിലെ പാട്ട് എന്താ ഉപദേശി പോലെ എന്താ കൊന്നിട്ട് ഞാൻ ചാടി നിൽക്കുന്ന പോലത്തെ ഒരു മൂവി ഉണ്ടായിരുന്നു. അതുപോലെ പുള്ളിയുടെ വേറെ ഒരു മാനറിസംസ് ആയിരുന്നു. പക്ഷെ മമ്മൂക്ക തൂക്കി, ലാലേട്ട തൂക്കി, ഫഹദ് ഫാസിലെ ഡയറക്ടറാണ്. ഫഹദ് ഫാസിലിന്റെ അഭിനയം ഒരു രക്ഷയില്ല. ആ മനുഷ്യൻ എങ്ങനെ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുമോ ശരിക്കും. എല്ലാവരും എന്റെ അടുത്ത് ചോദിക്കാറുണ്ട്, നമ്മുടെ ലൈവിൽ വരുന്ന എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഉള്ള ആക്ടർ ഏതാന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ പറയാറില്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു ആക്ടർ ഇല്ല എന്നുള്ളതാണ് സത്യം. ഞാൻ എന്നും പ്രണയിക്കുന്നത് സ്ക്രിപ്റ്റുകളെയാണ്. സോ ഈ ഒരു സ്ക്രിപ്റ്റ് എനിക്ക് ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മൂവിയായിട്ട് ഞാൻ പറയാണ്. അത്ര അടിപൊളി സ്ക്രിപ്റ്റ് ആണ്. ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്ത് ആ മൂവി കണ്ടോ, ഈ മൂവി കണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഈ ഒരു മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. അത്ര അടിപൊളി ഒരു മൂവിയാണ്. തമാശ സീറോ എക്സ്പെക്ടേഷൻ കൊണ്ട് പോയാ ഞാൻ ഇയാളോട് തമാശ പറയാൻ ചെയ്തു. ഞാൻ വെറുതെ മമ്മൂട്ടിയും മോഹൻലാൽ ഉണ്ട് എന്നൊക്കെ ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ വലിയ എക്സ്പെക്ടേഷൻ വെച്ചിട്ടല്ല പോയത്. ഞാൻ സത്യമാണ് ഞാൻ പറഞ്ഞു, ഞാൻ പോപ്കോൺ കോളേജിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചേട്ടനോട് വന്നത്. ചേട്ടൻ എന്നെ ബ്രൈബ് ചെയ്യുന്ന സാധനമാണ് പോപ്കോൺ കോളേജ്. പക്ഷെ വേറൊരു കാര്യം, ഞങ്ങൾക്ക് ശരിക്കും മൈസൂർ പോകാനായിരുന്നു പ്ലാൻ. ലോങ് വീക്കെൻഡ് ആയിട്ട് ചൂടൊക്കെ കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് ആണ് ഞങ്ങൾ മാറ്റി വെച്ചത്. അപ്പോൾ ഓക്കെ, മൂവി മമ്മൂക്കയും മോഹൻലാൽ വരുന്നത് മമ്മൂക്കയും ലാലേട്ടൻ വരുന്ന ഒരു മൂവി എന്ന സെൻസിലാണ് പോയത്. ഞങ്ങൾ ഒരു പറയുകയും ചെയ്തു. അവിടെ നിന്ന് ആൾക്കാരോട് പറഞ്ഞു ഫസ്റ്റ് ഹാഫ് ആകുമ്പോൾ ഞങ്ങൾ ഇറങ്ങി പോകേണ്ടി വരുമെന്ന്. കാരണം ആവശ്യത്തിന്റെ സമയത്ത് ഞങ്ങൾ ഇറങ്ങി പോകാനുള്ള ഓൾമോസ്റ്റ് ആ ഒരു മെന്റാലിറ്റി ആവും. മേ ബി ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്താവും. അത് വലിയ മൂവിയായിരുന്നു, ഞങ്ങൾ നിഷേധിക്കുന്നത്. ആ ക്രാഫ്റ്റിനെ അംഗീകരിക്കുന്നു. പക്ഷെ ഇത് വർത്ത് വാച്ചാണ്. സ്പോയിലർ കാണാതിരിക്കുക, തിയേറ്ററിൽ പോയി കാണുക. ഈ വീഡിയോ ഇൻ കേസ് മഹേഷ് നാരായണൻ കാണുന്നെങ്കിൽ ഡയറക്ടർ എന്ന സെൻസിലും ഒരു റൈറ്റർ എന്ന സെൻസിലും ഞങ്ങൾ സല്യൂട്ട്, ഹാറ്റ്സ് ഓഫ്. ദെൻ വിപിൻദാസ് എന്ന് പറഞ്ഞാൽ വിപിൻദാസ് കാണുന്നെങ്കിൽ വാഴ 3 ഒരു ആളിവിടെ ഉണ്ട്. അല്ല, ഒരു പ്യൂർ, നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് വേണ്ടത്. നിങ്ങൾ എന്താ ഒരു റിഹേഴ്സൽ പോലും ഇല്ലാതെ പുള്ളിയുടെ ജീവിതം കൊണ്ട് ജീവിച്ച് കാണിച്ചു തരുന്നതാണ് വാഴ. യെസ്, നിങ്ങൾക്ക് വാഴ 3 ഒരു പെൺകുട്ടിയുടെ കഥ പറയുന്നെങ്കിൽ ഒരുപാട് സെൽഫ് എക്സ്പീരിയൻസസ് കിട്ടും. എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഫ്രെയിം ചെയ്യണമെന്ന്. പ്യൂർ വാഴ 3. ഞാനും എന്റെ മോൾ, ഞങ്ങൾ എന്റെ ഇഷാനിട്ട് കൊണ്ടു, ഞങ്ങൾ എന്റെ കൊച്ചും കട്ട സപ്പോർട്ടും വാഴ 3. അപ്പോൾ ഗൈസ്, തിയേറ്ററിൽ പോയി കാണാം. അപ്പോൾ ലവ് യു ഓൾ. താങ്ക് യു ടീം ഫോർ എ വണ്ടർഫുൾ മൂവി. ബൈ.